ഡേറ്റ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക്. ഇപ്പം അറിയാലോ, നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഡേറ്റയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഡേറ്റയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഡേറ്റ വെച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. അല്ലെങ്കിൽ ഡേറ്റ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുകയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം വിഷ്ണു ഈ എക്കണോമിക്സും ഡേറ്റ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതിയിരുന്നു. അതുപോലെ വിഷ്ണു ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഡേറ്റയെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കാം. ഡേറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പലർക്കും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഡേറ്റ തന്നെ അതിൽ പറയും, ഡേറ്റ സ്പീക്സ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡേറ്റയ്ക്ക് മീനിങ് ഉണ്ടാകുന്നത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പൊ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളെ അനുസരിച്ച് ഡേറ്റ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാൻ വേണ്ടി പറ്റും. ബേസിക് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോദി ഇപ്പൊ ഇവിടെ ഭരിക്കുന്നു. മോദി ഭരിക്കുമ്പോൾ GDP ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5% കൂടി എന്ന് വിചാരിക്കും. അപ്പം മോഡിനെ ആരാധിക്കുന്ന ആളുകൾ പറയും, കണ്ടോ മോദി ഭരിച്ചതുകൊണ്ടാണ് ഈ 5% കൂടിയെന്ന്. മോദിനെ ഓപ്പോസ് ചെയ്യുന്ന ആളുകൾ അത് എങ്ങനെയാ വ്യാഖ്യാനിക്കുക? മോദി ഭരിക്കുന്നതുകൊണ്ട് 5% കൂടിയുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടിയേനെ. അത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഡാറ്റയെ നോക്കി നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പം ഡാറ്റ ഒരിക്കലും അവിടെ ഒരു കോറിലേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഡാറ്റ വെച്ച് നമുക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിലുള്ള ബയാസിനനുസരിച്ച് നമുക്ക് ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഡാറ്റ സെലക്റ്റീവ് ആയിട്ട് എടുത്ത ആൾക്കാർ കൊണ്ടുവരും, അത് പ്രസന്റ് ചെയ്യും. അപ്പൊ ഞാനൊരു ഈ അടുത്തൊരു പോസ്റ്റ് ഇട്ടിരുന്നു പട്ടേൽ പ്രതിമേനെ പറ്റിയിട്ട്. അപ്പം നമ്മള് പട്ടേൽ പ്രതിമേന്റെ കാര്യം പറയുമ്പോൾ പട്ടേലിന്റെ പ്രതിമ 3000 കോടി മുടക്കി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഗുജറാത്തിൽ കുറെ വികസനം വന്നു, കുറെ ജോബ് ക്രിയേറ്റഡ് ആയി, അതുപോലെ കുറെ ആളുകൾക്ക് ഉപകാരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പട്ടേൽ പ്രതിമ അവിടെ വെച്ചത് വളരെ നല്ലതാണ്. ഇനിയും ഇങ്ങനത്തെ വിഷനുള്ള നല്ല വിഷനുള്ള സർക്കാരുകൾക്ക് മാത്രമേ ഇത് സാധിക്കൂ, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് BJP-നെ അനുകൂലിക്കുന്ന ആൾക്കാർ കുറെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈവൻ സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് അയാള്. അതെ, അതിന്റെ ക്യാപ്ഷൻ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് അയാളെ അടിച്ചിരുത്തി കളഞ്ഞു, സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്യാപ്ഷൻസിലാണ് അവർ ഷെയർ ചെയ്തത്. അതെ. അപ്പം പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ പൈസ 3000 കോടി രൂപ ഇവര് ചെലവഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ 3000 കോടി എവിടുന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ തീരെ നോക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സർക്കാർ വേറെ ആളുടെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ട് മാത്രമേ സർക്കാർ മറ്റൊരു സ്ഥലത്ത് ചെലവഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സർക്കാർ ഒരു 3000 കോടി രൂപ പട്ടേൽ പ്രതിമയിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വേറെ എവിടുന്ന് സർക്കാർ ആ 3000 കോടി രൂപ കണ്ടെത്തുന്നില്ല. അത് നമ്മുടെ ടാക്സ് മണി എന്നായിരിക്കാം, അല്ലെങ്കിൽ പണം പ്രിന്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ വഴി സ്വീകരിച്ചായിരിക്കാം, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടായിരിക്കാം. എങ്ങനെയായാലും സർക്കാർ വേറെ രീതിയിൽ നിന്നാണ് ആ പൈസ കണ്ടെത്തിയത്. അപ്പൊ ആ പൈസ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണോ കണ്ടെത്തിയത്, ഏതൊക്കെ എക്കണോമിയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ആ പൈസ എടുത്തിട്ടുള്ളത്, അവിടെയൊക്കെ ഈ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ വികസനം ഉണ്ടോ, എന്തൊക്കെ എത്രത്തോളം ജോലി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടോ, അതൊക്കെ എക്കണോമിയുടെ മറ്റൊരു ഭാഗത്ത് അത്രയും ജോലികൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഡാറ്റയിൽ എക്സ്പ്രസ് ആവാൻ വേണ്ടി കഴിയില്ല. കാരണം അത് ജോലി അവിടെ ഉണ്ടാകുമായിരുന്ന ജോലിയാണ് ഇല്ലാതായി പോയത്. അത് ഒരു അൺറിയലൈസ്ഡ് ഇവന്റ് ആണ്. അതിനൊരിക്കലും ഡാറ്റയിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാനിപ്പം ഒരു 500 രൂപ എടുത്ത് ഒരു ബിരിയാണി വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 500 രൂപ ഞാൻ ബിരിയാണി വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ ആ ഒരു ആസ്പെക്ട്, അത് ഈ 3000 കോടി രൂപ സർക്കാർ എക്കണോമിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് എടുത്തത്, അത് അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ എന്റെ ശമ്പളത്തിലെ ടാക്സ് ഒരു നിശ്ചിത ശതമാനം എടുത്തിട്ടാണ് സർക്കാർ അത് വാങ്ങുന്നത്. അപ്പൊ അത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ ചെലവഴിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അത് ചെലവഴിക്കുന്നു. അപ്പൊ അത് ഞാൻ ചെലവഴിക്കുമ്പോൾ എന്താണ്, ഞാൻ ഒരു കടക്കാരന് ജോലി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കടക്കാരൻ വാങ്ങുമ്പോൾ കടക്കാരന് കൂടെ കച്ചവടം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അയാൾ അവിടെ ജോലി കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ ആ എഫക്റ്റ് ഒക്കെ ഇല്ലാതായിട്ടാണ് സർക്കാർ ആ പൈസ കളക്ട് ചെയ്തിട്ട് ഇവിടെ ചെലവഴിക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ ആക്ച്വലി സംഭവിക്കുന്നത് സർക്കാർ ബേസിക്കലി ഈ ജോബ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് സർക്കാർ അല്ല, അത് അവിടെ എക്കണോമിയിൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ജോലി ഈ ഒരു സ്ഥലത്തേക്ക് ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ നമ്മൾ ഈ ഡാറ്റ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാക്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റ നോക്കിയാൽ നമ്മൾ കാണുന്ന ഇവന്റ്സ് മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് അതിന്റെ കാണാൻ പറയത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതും നോക്കണം, അതുപോലെ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഇഷ്യൂവിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
അതിന് ഡാറ്റ മാത്രം വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അവിടെയാണ് ഡിഡക്റ്റീവ് അപ്രോച്ചിന്റെ പ്രാധാന്യം വരുന്നത്. നമുക്ക് ലോജിക് കൂടി അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ഡാറ്റ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കഴിയും. അത് ഒരു ശരിയായ അപ്രോച്ച് അല്ല. നമ്മൾ ഈ വാദം പറയുമ്പം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഡേറ്റയ്ക്ക് എതിരെ സംസാരിക്കുന്ന ആളുകളാണ് എന്നുള്ള രീതിയിൽ പറയാറ്. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടാവല്ലോ, ഓൾറെഡി ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും നമ്മൾ ഡേറ്റ മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഡേറ്റ ഉണ്ട് ഡേറ്റ ഇല്ല എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഡേറ്റയിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമ്മളൊരു തിയറി വെച്ച് നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബയാസ്ഡ് ആകാതെ നോക്കണം. അപ്പൊ ഡേറ്റ ഉണ്ട് അഥവാ ഇല്ല എന്നുള്ള പോയിന്റ് മാത്രമല്ല നമ്മൾ നോക്കണ്ടേ എന്ന് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം കേൾക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം തിയറി വേഴ്സസ്